ഹായ്, ഞാൻ ഡോക്ടർ സ്നേഹ, പീഡിയാട്രിക് സീനിയർ റെസിഡന്റ് അറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഏപ്രിൽ 24 to 30 നമ്മൾ ലോക രോഗപ്രതിരോധ വാരം അല്ലെങ്കിൽ വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് വാക്സിനേഷൻ അല്ലെങ്കിൽ കുത്തിവയ്പ് എടുക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട് എങ്ങനെ കുറയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നത് കുട്ടികളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അതായത് വാക്സിൻ എടുക്കുന്നതിന് 2 മിനിറ്റ് മുന്നേ തൊട്ട് വാക്സിൻ എടുക്കുന്ന സമയവും അതിനുശേഷവും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ഇതുകൊണ്ട് കുട്ടിക്ക് ഒരു സെക്യൂർ ഫീലിംഗും കിട്ടും. ബ്രസ്റ്റ് ഫീഡിൽ ഉണ്ടാകുന്ന മധുരം കൊണ്ട് ആ പെയിനും കുറച്ച് കുറയും. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സൊല്യൂഷൻ, അതായത് 1 ടീസ്പൂൺ ഷുഗർ എടുത്തിട്ട് ഒരു 20 ml വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വാക്സിൻ എടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാവുന്നതാണ്. അത് കുട്ടിക്ക് ഒന്നിക്കൽ ഡ്രോപ്പർ വെച്ചോ അല്ലെങ്കിൽ പാസിഫയർ അതിൽ മുക്കിയിട്ടോ കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് കുട്ടിക്ക് ഒരു കംഫർട്ടബിൾ ഹോൾഡ് കൊടുക്കുക. അതായത് വാക്സിൻ എടുക്കുന്ന സമയത്ത് ഒന്നിക്കൽ കുട്ടിയെ മടിയിലിരുത്തിച്ചിട്ടോ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടോ ജെന്റിലായിട്ട് പിടിക്കുക. അതായത് ഫോഴ്സ് കൊടുക്കാണ്ട് പിടിക്കാൻ ശ്രമിക്കുക. കുട്ടിയെ ഒരിക്കലും തനിയെ കിടത്തിച്ചിട്ട് വാക്സിൻ എടുക്കാതെ നോക്കുക. മൂന്നാമതായി കുട്ടിക്ക് പാട്ടുപാടി അല്ലെങ്കിൽ കുട്ടിയോട് സംസാരിച്ചോ അല്ലെങ്കിൽ ബബിൾസ് അല്ലെങ്കിൽ റാറ്റിൽസ് പോലത്തെ ടോയ്സ് എടുത്തിട്ട് കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറോട് അനസ്തെറ്റിക് ജെൽ യൂസ് ചെയ്തിട്ട് കുട്ടിയുടെ പെയിൻ കുറയ്ക്കാൻ റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിന്റെ എഫക്റ്റ് വരാൻ അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ എടുക്കാം. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പെയിൻ ഒരു അളവ് വരെ നമുക്ക് കുറക്കാൻ പറ്റുന്നതാണ്. വാക്സിൻ എടുത്തതിന് ശേഷം കണ്ടുവരുന്ന 2 പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളാണ് ഒന്ന് ഫീവറും പിന്നെ ഒന്ന് പെയിനും. പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഐസ് പാക്സ് വെക്കാം. പിന്നെ ഫീവറിനാണെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അളവിൽ പാരസെറ്റമോൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ വാക്സിനേഷൻ എടുക്കുക. ഇതുകൊണ്ട് 20ഓളം വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് യൂസ്ഫുൾ ടു എവരിവൺ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.